ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്പി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെറോസ് വിത്ത് ഹോട്ട് ചോക്ലേറ്റ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് ഒറിജിൻ ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഫിലിപ്പീൻസ്, സ്പെയിൻ, അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ പേര് കേട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കരുത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്തൊക്കെ സൂക്ഷിക്കാം. ചെറിയ കുഞ്ഞു മക്കൾക്ക് തുടങ്ങി മുതിർന്നവർക്ക് വരെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കോംബോ ആണിത്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹോട്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ രണ്ട് റെസിപ്പി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫുൾ ക്രീമായിട്ടുള്ള പാൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളത്, ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗാലക്സിയുടെ ഒരു ബാർ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തിടും. ഗ്രേറ്റ് ചെയ്ത് ചേർക്കണമെന്നൊന്നുമില്ല, ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് ഒരു ബാർ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ കോമ്പൗണ്ടാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് ഷുഗറിൻ്റെ അളവ്, പഞ്ചസാരയുടെ അളവ് ഒന്ന് കൂടുതൽ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായി മെൽറ്റ് ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് കോൺഫ്ലോർ ഒരു ഇത്തിരി പാലുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിടരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കുന്നില്ല, അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് മാറ്റാം. അതിന് ശേഷം നമ്മുടെ ചെറോസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും കറക്റ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കാം, എന്നാലേ നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് 120 ml ആണ്. ഇതിലോട്ടേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് 2-2.5 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആവശ്യമായിട്ടുള്ളത് ബട്ടറാണ്. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ, ഇതൊക്കെ ഗ്രാം മെഷർമെൻറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തൊന്ന് നോക്കട്ടെ, അതിനകത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഞാൻ നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ട്രഡീഷണലി ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ മൈദയാണ് അവർ ചേർക്കാറ്. പക്ഷേ നമ്മളിത് കുട്ടികൾക്കൊക്കെ വേണ്ടി തയ്യാറാക്കി എടുക്കുന്നു. അതുപോലെ നമ്മൾ സ്ഥിരം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നതാണ്. ടേസ്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പിന് 1 കപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ഫ്ലെയിം കുറക്കുക. എന്നിട്ട് ഗോതമ്പ് പൊടി ബാച്ചായിട്ട് ഒരുമിച്ച് ചേർക്കാതെ കുറച്ചായി ചേർത്തിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നങ്ങ് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒത്തിരി സമയം ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഒരു നല്ല ഒരു വലിപ്പമുള്ള ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ നിരത്തി കൊടുക്കുക. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്നെസ് എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ വീണ്ടും ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കരുത്. ഇനി ഇതിലോട്ടേക്ക് ഒരു മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. ഈ ഒരു അളവിന് ഒരു മുട്ട ധാരാളമാണ്. അത്യാവശ്യം വലിയ സൈസുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിക്കൽ ജസ്റ്റ് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് തവി വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി അങ്ങ് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായി വരുന്ന രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പാകത്തിനാണുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ എണ്ണ തടവിയിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ, നല്ല അടിപൊളിയായി നല്ല സോഫ്റ്റ് ടെക്സ്ചറിലോട്ടേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബട്ടറും അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇത് ഇത്രയധികം സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഇടിയപ്പത്തിൻ്റെ അച്ഛനൊക്കെ അകത്ത് വെച്ചിട്ട് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുക. നോസിൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. നോസിൽ കയ്യിലില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് പ്ലാസ്റ്റിക് കവറിൻ്റെ എൻഡിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രസ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല
നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോസിൽ ഉപയോഗിക്കുന്നത്. ഹോം മെയ്ഡ് നോസിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് പ്ലാസ്റ്റിക് കവർ ഇറക്കി വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഞാനിപ്പോൾ ഒരുമിച്ച് തന്നെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഒത്തിരി അളവിലൊന്നും നമ്മൾ ചെയ്തെടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു കപ്പ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ മുഴുവൻ ചേർത്ത് കൊടുത്ത് ഞാനിപ്പോൾ 2 സാൻഡ്വിച്ച് ബാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല സ്ട്രോങ് അല്ലാത്ത പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. ഇനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്ത ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നല്ലൊരു നാടൻ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വെജിറ്റബിൾ ഓയിലോ പാം ഓയിലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമ്മൾ ജസ്റ്റ് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്തെടുക്കരുത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു ഏകദേശം നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എനിക്കിപ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മുഴുവൻ ചെയ്യുന്നത് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അത്യാവശ്യം ഒരു സൈസിലാണ് ചെയ്തിട്ടുള്ള. പെട്ടെന്ന് കളർ മാറി വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ടാൽ മതി. അപ്പോഴത്തേക്കും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായി റെഡിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് ചൂടോടുകൂടി തന്നെ ഒന്ന് ജസ്റ്റ് കണ്ടില്ലേ, ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല സൂപ്പർ ക്രിസ്പിയാണ്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് സമയമെടുത്ത് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ചെറോസ് വിത്ത് ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര പേര് ഈ റെസിപ്പി മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു തവണ ജസ്റ്റ് ഒരു കൊറിയൻ ചാനലിൽ നിന്ന് കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഉണ്ടാക്കി നോക്കിയപ്പോൾ മോനൊക്കെ ഒത്തിരി ഇഷ്ടമായപ്പോൾ ആ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷേ ആദ്യം മൈദ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൈദ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാനാണെങ്കിൽ അത്ര ഒരു സ്ഥിരമായിട്ട് കഴിക്കാനൊക്കെ അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്തപ്പോൾ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ മാവ് കുഴച്ചിട്ട് വേണമെങ്കിൽ സാൻഡ്വിച്ച് ബാഗിൽ അകത്തൊക്കെ ആക്കിയിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.